എല്ലാവർക്കും വിനീത നമസ്കാരം. ശ്രീമദ് ഭാഗവതം ദശമസ്കന്ധം അധ്യായം 39 ശ്ലോകം 35, 36, 37, 38, 39, 40, 41, 42, 43 9 ശ്ലോകങ്ങളെ ഇന്ന് നമുക്ക് നോക്കാം. തേരിൽ കയറിയിരുന്നു. അക്രൂരൻ തേര് തെളിക്കാൻ തുടങ്ങി. ഇപ്പോഴാണ് അവര് ഉറപ്പിച്ചത്. അതിനു മുമ്പ് അവര് എങ്ങനെയെങ്കിലും ഭഗവാന് പോവുണ്ടാവില്ല എന്ന് വിചാരിച്ച അവരുടെ മനസ്സിലൊരു പ്രതീക്ഷ. പക്ഷെ ഇനിയിപ്പോ ഒരു വിഘ്നവും സംഭവിക്കാൻ സാധ്യതയില്ല. ഞങ്ങളുടെ പ്രിയ പ്രാണൻ, ആ പ്രാണൻ തന്നെയാണ് അങ്ങനെ പോണത്. ഇനി അവർ ജീവച്ഛവം പോലെ അവരിങ്ങനെ ആ തേരിന്റെ പിന്നാലെ ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുക. ആരും ഒന്നും സംസാരിക്കണില്ല. അപ്പോഴാണ് ഭഗവാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കി. ആ തിരിഞ്ഞു നോക്കി കൊണ്ടിരുന്നപ്പോ, ഇനി ഞങ്ങള് സ്നേഹം ഉണ്ടെങ്കിൽ ഇനി ഒരടി പോലും മുന്നോട്ട് പോകരുത് എന്ന് ഭഗവാന്റെ ആ യാത്രയെ തടയുന്ന ഭാവത്തിലൊരു നോട്ടം ഇങ്ങനെ നോക്കണ്ട ഗോപസ്ത്രീകള്. അപ്പൊ ഭഗവാൻ പറയുന്നു വിചാരിച്ചിരിക്കുക അവര്. ഞാൻ വേഗം മടങ്ങി വരാം എന്നുള്ള ഒരു വാക്ക് ഭഗവാൻ പറയുന്നു വിചാരിച്ച് അവരിങ്ങനെ ഒരു പ്രതീക്ഷ, ചെറിയൊരു പ്രതീക്ഷ അവരുടെ ഉള്ളിൽ വന്നു. അങ്ങനെ അവരെ തന്നെ ഇങ്ങനെ നിന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്ലോകം 35. താസ്തഥാ തപ്യതേർവീക്ഷ്യ സ്വപ്രസ്ഥാനേ യദൂത്തമ സാന്ത്വയാമാസ സപ്രേമൈ ആയാസ്യ ഇതി ദൗത്യഗൈഃ. ആ ഗോപശ്രീകളുടെ വിഷമം, ഇങ്ങനെ എത്ര വിഷമാണ് അവർക്ക്. അതങ്ങോട്ട് കണ്ടപ്പോ സഹിച്ചില്ല ഭഗവാന്. അവരുടെ മനസ്സിലുള്ളത് എന്താണെന്നുള്ളത് ഭഗവാൻ അറിയാലോ. ഒരു ദൂതനെ പറഞ്ഞയച്ചു. തേരിങ്ങനെ പതുക്കെ പോണേ ഉള്ളൂ, സ്പീഡായിട്ടില്ല. അപ്പൊ അതില് ഒരു കൂട്ടുകാരനെ ഇരിക്കുന്നത് വേഗം പറഞ്ഞു, അവിടെ ചെന്ന ഗോപസ്ത്രീകളോട് പറയും, ഞാൻ വേഗം മടങ്ങി വരും, നിങ്ങൾ വിഷമിക്കരുത് എന്ന് പറയാനായിട്ട് ദൂതനെ പറഞ്ഞയച്ചു എന്നാ പറയണത്. ഞാൻ വേഗം മടങ്ങി വരും, വ്യസനിക്കണ്ട. ഇങ്ങനെ ആ പ്രേമസൂചകങ്ങളായ വാക്കുകൾ, അതാണ് സപ്രേമൈ ആയാസ്യൈതി ദേവത്തിക്ക്, അങ്ങനെ ദൂതനോട് പറഞ്ഞയച്ചു. അപ്പൊ കുറച്ച് ആശ്വാസമായി ഗോപസ്ത്രീകൾക്ക്. യാവദാലക്ഷ്യതേ കേതു യാവത് രേണുരഥസ്യ ച അനുപ്രസ്ഥാപിതാത്മാനോ ലേഖ്യാനീവോപലക്ഷിതാഃ. അതവിടെ അങ്ങനെ നിൽക്കുമായിരുന്നു. ഇതങ്ങോട്ട് കേട്ടപ്പോ അവര് വേഗം പിന്നെ രഥത്തിന്റെ പിന്നാലെ ഇങ്ങനെ പോവാൻ തുടങ്ങി. ഭഗവാൻ പറഞ്ഞയച്ച സാന്ത്വവാക്യങ്ങൾ കേട്ടപ്പോ ആ തേരിൽ നിന്ന് പൊങ്ങുന്ന പൊടികളും കൊടിയടയാളവും കാണാതെ ആകുന്നത് വരെ ഏകാഗ്രതയോടെ അവയെ തന്നെ നോക്കി. അവര് അതേവരെ ഇങ്ങനെ എന്താ ചെയ്യേണ്ടതെന്ന് വിചാരിച്ചു നിൽക്കായിരുന്നു. ഇത് ദൂതനെ പറഞ്ഞയച്ചു കഴിഞ്ഞപ്പോ ഭഗവാൻ വേഗം വിട്ടോളാൻ പറഞ്ഞു. ഇനി അവര് പിന്നാലെ വരരുത് എന്ന് വിചാരിച്ചിട്ട് തേര് വേഗം അക്രൂരനോട് പറഞ്ഞു ഇടുകൂട്ടിക്കോളാൻ. അങ്ങനെ ആ തേരങ്ങോട്ട് പെട്ടെന്ന് വേഗം ഓടാൻ തുടങ്ങി. അവര് പെട്ടെന്ന് പൊടിപടലങ്ങോട്ട് വന്നു. ആ കൊടിയടയാളവും പൊടികളും കുറച്ചു നേരം അവരവിടെ അങ്ങനെ നിന്നു. അങ്ങനെ ആദ്യം കൊടിയടയാളം കാണാതെയായി. കുറച്ച് കഴിഞ്ഞപ്പോ ആ പൊടികളും തേരിന്റെ അതൊന്നും കാണാതാവുന്നവരെ, തേര് പോയിട്ടും പിന്നെയും പൊടി കുറച്ചു നേരം ഉണ്ടായിരുന്നു, അതും കൂടി കാണാതാവുന്നവരെ കൈകാലുകൾ അനക്കാതെ നിന്നു അവരെന്നാ പറയണത്. അങ്ങനെ അവര് നിൽക്കുന്നത് കണ്ടാൽ ചിത്രത്തിൽ എഴുതിയിരിക്കുന്ന സ്ത്രീകള് എന്നല്ലാതെ ജീവനുള്ളവയാണെന്ന് തോന്നില്ല എന്ന് പറഞ്ഞ് കാണുന്നവർക്ക്. അതുപോലെ അവരിങ്ങനെ പ്രതിമകളെ പോലെ അങ്ങനെ നിന്നു. ലേഖ്യാനി ഇവ, ചിത്രങ്ങളോ എന്ന് തോന്നുമാറും അങ്ങനെ അനങ്ങാതെ നിന്നു. താതിരാശാനിവൃതു ഗോവിന്ദ വിനിവർത്തനെ വിശോകാ അഹനീ നിന്നു ഗായന്ത്യ പ്രിയചേഷ്ടിതം. അങ്ങനെ ഭഗവാനും പരിവാരവും ദൂരത്തായി. തേരിൽ നിന്ന് പൊങ്ങുന്ന പൊടികളും കൂടി കാണാതായപ്പോ ഇനി ശ്രീകൃഷ്ണനെ ഗോകുലത്തിലേക്ക് മടക്കിക്കൊണ്ടുവരാൻ പറ്റില്ല എന്ന് അപ്പോഴാണ് അവർക്ക് ഉറപ്പായത്. അങ്ങനെ അവരുടെ ഹൃദയം അങ്ങോട്ട് തകർന്ന് തിരിച്ചിങ്ങനെ പോവാണ് അവര് വ്രജത്തിലേക്ക്. അപ്പൊ അവർക്ക് മധുരയുടെ പോയിട്ട് ആ ശ്രീകൃഷ്ണനെ അവിടെ എന്തൊക്കെയാ ചെയ്യണതെന്ന് കണ്ടുപോരണം എന്നൊക്കെ അവർക്ക് നല്ല മോഹം ഉണ്ടായിരുന്നു. അപ്പൊ എന്നാ കേറിക്കോളൂ, വരൂ എന്ന് വിളിക്കോ എന്നുള്ള പ്രതീക്ഷ അതുണ്ടായിരുന്നു. അതും കൂടി സാധിക്കാതെ വന്നു. വല്ലാത്ത
ദുഃഖം. എന്നാലും മധുരയിൽ ചെന്ന് ചില ദിവസം താമസിച്ച ഉടനെ മടങ്ങി വരുമെന്ന് പറഞ്ഞുല്ലോ കൃഷ്ണൻ. ദൂതൻ മുഖാന്തരം പറഞ്ഞു വെച്ചല്ലോ. അത് കേട്ടതുകൊണ്ട് ഗോകുലവാസികളെ ഞാൻ രക്ഷിക്കും എന്ന് പലപ്പോഴും ഭഗവാൻ പറയാറുണ്ട്. അത് ഓർത്ത് ആ രക്ഷിക്കാനായിട്ട് പലതും ചെയ്തു. ലാഘാസുരവധം മുതലായിട്ടുള്ള പല എന്തൊക്കെ കാര്യങ്ങളാ ഭഗവാൻ ചെയ്തത്. അതിനെ പറ്റിയൊക്കെ അങ്ങനെ അവര് കീർത്തനായിട്ട് ഉണ്ടാക്കിയിട്ടുണ്ടല്ലോ കവിതകള്. അതിങ്ങനെ ചൊല്ലിക്കൊണ്ട് ആ വിയോഗ ദുഃഖം അധികം അറിയാതെ അങ്ങനെ അവര് ദിനരാത്രങ്ങൾ കഴിച്ചു കൂട്ടി. അവർക്ക് ഊണില്ല, ഉറക്കമില്ല. അങ്ങനെ അവര് ഭഗവാന്റെ കീർത്തനങ്ങളും ഇങ്ങനെ പാടി ചിന്തിച്ചും കരഞ്ഞും, ചിലപ്പോ ഉറക്ക കരയും, ചിലപ്പോ പാടും. അങ്ങനെ അവര് കഴിച്ചുകൂട്ടി എന്ന് പറഞ്ഞത് ഗോപസ്ത്രീകള്. ഭഗവാനഭി സംപ്രാപ്തോ രാമാക്രൂരയുതോ നൃപ രഥേന വായുവേഗേന കാളിന്തിം അഘനാശിനിം. ഭഗവാനും അപ്പൊ പറയണു, പരീക്ഷിത് മഹാരാജാവിനോട് പറയാണ് ശ്രീ ശുകബ്രഹ്മർഷി, ഹേ രാജാവേ, ഭഗവാനും ഗോപികളെ പോലെ തന്നെ വിയോഗ ദുഃഖം നന്നുണ്ടായി. അത് ഭഗവാന്റെ ആ ഗാംഭീര്യ സ്വഭാവ നിമിത്തം പുറത്തേക്കൊന്നും കാണിച്ചില്ല എന്ന് മാത്രല്ല, ജ്യേഷ്ഠനായ ബലരാമനും പിതൃവ്യനായ അക്രൂരനും ഒക്കെ കൂടെ ഉണ്ടല്ലോ. അപ്പോ ഇതിങ്ങനെ സ്പഷ്ടമായിട്ട് കാട്ടാൻ പറ്റില്ലല്ലോ. അവരെന്ത് വിചാരിക്കും എന്ന് വിചാരിച്ചിട്ട് ഒട്ടും ഒന്നും നടിച്ചില്ല എന്നാ പറഞ്ഞു. പിന്നെ മനസ്സിലുണ്ട് മാതാപിതാക്കന്മാരെ ആ കംസന്റെ ബന്ധനത്തിൽ നിന്ന് ജയിലിലിട്ടിരിക്കല്ലേ, അവരെയൊക്കെ വേഗം മോചിപ്പിക്കണം. ആ കംസൻ കാരണം ബഹുജനങ്ങൾ അനുഭവിക്കുന്ന ആ ദുഃഖങ്ങളൊക്കെ തീർത്ത് ലോകരക്ഷ ചെയ്യേണ്ടതായ ആ ഗൗരവമേറിയ കാര്യനിവൃത്തി ഇനി അതാണല്ലോ ചെയ്യേണ്ടത്. അതുകൊണ്ട് പോണം, അത് കടമയാണ്. അതുകൊണ്ട് വായുവേഗമുള്ള തേരിലിരുന്ന് മധ്യാഹ്ന സമയവുമാകുമ്പോൾ ദർശന സ്പർശനാദികൾ ചെയ്യുന്നവർക്കുള്ള ആ പാപങ്ങളെ നശിപ്പിച്ച് പരിശുദ്ധി വരുത്തുന്ന കാളീന്തിയെ പ്രാപിച്ചു. കാളീന്തിയുടെ അടുത്ത് എത്തി. പിന്നെ ഇത് സന്ധ്യാവന്ദനം ചെയ്യണം. കാണുമ്പോ തന്നെ ആ പാപങ്ങൾ നശിക്കും ആ കാളീന്തി ജലം എന്ന് പറയും. അപ്പൊ പക്ഷെ സന്ധ്യാവന്ദനം ചെയ്യണം അക്രൂരന്. അപ്പൊ അക്രൂരൻ അതിനു വേണ്ടിയിട്ട് തേര് നിർത്തി. ഗോപികളുടെ ആ ദുഃഖചേഷ്ടകളെ കാണാൻ കഴിയാത്തത് കൊണ്ടാണ് തേര് വായുവേഗത്തിൽ വിട്ടത്. എന്നിട്ടും കാളിയന്തിയിൽ എത്തുമ്പോൾ സമയം മധ്യാഹ്നമായി. അതെന്താ? ഗോപികളെ സമാധാനിപ്പിക്കാൻ ദൂതനെ അയച്ചുല്ലോ. അപ്പൊ താമസം നേരിട്ടു. ആ ദൂതൻ തിരിച്ചു വരണ്ടേ, അതുകൊണ്ടാണ്. അങ്ങനെ വഴിയിലൊക്കെ വൃക്ഷാദികള് തടസ്സമുള്ളത് കൊണ്ട്, ചിലപ്പോ അതുകൊണ്ടും ആവാം പല തടസ്സങ്ങളും. മഴയൊക്കെ പെയ്ത് റോഡൊക്കെ അങ്ങനെ ബ്ലോക്കായിട്ട് കിടക്കണ്ടായിരുന്നു. അല്ലെ, വഴിയില് തടസ്സങ്ങൾ ഉണ്ടായിരുന്നു എന്നാ പറയണത്. അവിടെ തേര് നിർത്തിയ ആ കാളിയന്തിയുടെ തീരത്തിന് അനന്തതീർത്ഥം എന്ന പേര് പറഞ്ഞു വരണു എന്ന് പറയുന്നുണ്ട്. ആനന്ദതീർത്ഥം എന്നുള്ള സ്ഥലത്താണ് അക്രൂരൻ തേര് നിർത്തിയത്. തത്രോപസ്പൃശ്യ പാനീയം പീത്വാ മൃഷ്ടം മണിപ്രഭം വൃക്ഷഷണ്ഡമുപവ്രജ്യ സരാമോ രഥമാവിശൽ. ഇന്ദ്രനീലരത്നം പോലെ തിളങ്ങുന്ന പരിശുദ്ധമായ ആ കാളിയന്തിയിലുള്ള ജലം കൊണ്ട് ദേഹശുദ്ധിയൊക്കെ ചെയ്ത് അന്തശുദ്ധി വരുത്താനായി അങ്ങനെ കുറെ ജലം കുടിച്ചു. ദേഹശുദ്ധിയൊക്കെ ചെയ്തു. പിന്നെ ആ പരിശുദ്ധമായ ജലം കുറച്ച് കുടിച്ചു. ഭഗവാൻ ഇതൊക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ടോ? നദീജലസ്പർശനാതെ ശുദ്ധമാകേണ്ടത്. പക്ഷേ ലോകത്തെ ഇങ്ങനെയാണ് ചെയ്യേണ്ടത് എന്ന് ലോകത്തിലെ ജനങ്ങൾക്ക് കാണിച്ചു കൊടുക്കണം. അതിനു വേണ്ടിയിട്ടാണ് ഭഗവാൻ അത് ആ ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും. അല്ലെ, യദ്യതാചരതി ശ്രേഷ്ഠ തത്തദേവേതരോചന. ശ്രേഷ്ഠന്മാര് ചെയ്യുന്നതിന് സാധാരണക്കാരും അനുസരിക്കും എന്നുള്ള ആ തത്വത്തെ ഓർത്തുകൊണ്ടാണ് എല്ലാ സജ്ജനങ്ങളും സാധാരണ ജനങ്ങളെ പഠിപ്പിക്കാൻ തക്ക പ്രവൃത്തികൾ ചെയ്യണം എന്ന് ഭഗവാൻ തന്റെ പ്രവൃത്തിയിലൂടെ എല്ലാവർക്കും കാണിച്ചു കൊടുത്തു. അങ്ങനെ മധ്യാഹ്നം കഴിച്ച ഉടനെ ഭഗവാനും ബലരാമനും ഒരുമിച്ച് ചേർന്ന് മരങ്ങൾ നിറഞ്ഞു നിൽക്കുന്ന സ്ഥലത്തില് അങ്ങനെ രഥത്തിന്റെ സമീപത്തില് പ്രവേശിച്ചു. എന്നിട്ട് അവര് രഥത്തിൽ തന്നെ പോയിരുന്നു. തണൽ മരത്തിന്റെ ചോട്ടില് നിർത്തിയിരിക്കുന്നത് രഥം, അവിടെ തന്നെ പോയിരുന്നു. അക്രൂരൻ അവര് മരത്തിന്റെ ചോട്ടിൽ പോയി നിന്നപ്പോ അക്രൂരൻ അവരെ നിങ്ങളെ തേരിൽ തന്നെ കയറിയിരിക്കും കേട്ടോ കുട്ടികളെ എന്ന് പറഞ്ഞിട്ട് അവര് കയറ്റിയിരുത്തി എന്നാ പറയണത്. അക്രൂരസ്താവുപാമന്ത്ര്യ നിവേശ്യ രഥോപരി കാളിന്ത്യാഹൃതമാഗത്യ സ്നാനം വിധിവത് ആചരൽ. അക്രൂരൻ ബലരാമനെയും ശ്രീകൃഷ്ണനെയും തേരി കയറ്റിയിരുത്തി. ഇനി എനിക്ക് ഭഗവാനും ബലരാമനും മധ്യാഹ്നം കഴിച്ചു, ഇനി എനിക്ക് മധ്യാഹ്നം കഴിച്ചു തരാൻ അനുജ്ഞ തരണമെന്ന് അവരോട് പറഞ്ഞിട്ട്
ഞാനും സന്ധ്യാവന്ദനം ചെയ്ത് വരാം, നിങ്ങൾ തേരിൽ തന്നെ ഇരിക്കൂ എന്ന് പറഞ്ഞിട്ട് അനന്തതീർത്ഥം എന്നു പേരുള്ള ആ കാളിന്തി നദിയുടെ ആ സ്നാനഘട്ടത്തിലേക്ക് ഇറങ്ങി. വിധിപ്രകാരം സ്നാനം ചെയ്തു. സ്നാനം വിധിവത് ആചരൻ. നിമജ്യ തസ്മിൻ സലിലേ ജപൻ ബ്രഹ്മസനാതനം താവേവ ദദൃശേ അക്രൂരോ രാമകൃഷ്ണോ സമന്വിതോ. ആ ജലത്തില് മുങ്ങിക്കിടന്നുകൊണ്ട് സർവവേദ സാരമായിരിക്കുന്ന പ്രണവമന്ത്രം ജപിച്ച് അക്രൂരൻ രഥത്തിൽ ഒരുമിച്ചിരിക്കുന്ന രാമകൃഷ്ണന്മാരെ പ്രണവമന്ത്രം ജപിച്ച അക്രൂരൻ പ്രണവം അങ്ങനെ ജപിച്ചുകൊണ്ടിരുന്നു. അപ്പോഴാണ് വെള്ളത്തിന്റെ അടിയിൽ നോക്കുമ്പോ രാമകൃഷ്ണന്മാര് ജലത്തിന്റെ ഉള്ളില് അക്രൂരൻ കാണാണ്. ഇതാരാത്, ഇതെങ്ങനെയാണ് ഈ ബാലന്മാര് ഇവിടെ വന്നത് എന്നോർത്തിട്ട് വേഗം തലപൊക്കി നോക്കി. അത് എന്തുകൊണ്ടാ അത് കാണിച്ചു കൊടുത്തത്? മല്ലന്മാരെ കൊണ്ട് കൊല്ലിക്കാനാണല്ലോ ഇവരെ കൊണ്ടുപോകണമെന്ന്. ആദ്യം ഭഗവാനാണ് നല്ലോണം അറിഞ്ഞിട്ടുള്ള അക്രൂരനും പെട്ടെന്ന് എന്തോ ഒരു വിഷമം വന്നു എന്നാ പറയണത്. ഈ ആ മല്ലന്മാര്, ഈ കൊച്ചു കുട്ടികളെ, ഈ സുന്ദരന്മാര്, അതിനെ കൊല്ലിക്കാൻ ഞാൻ പറഞ്ഞിട്ട് കൊണ്ടുപോകല്ലേ എന്നൊരു വിചാരം അക്രൂരന്റെ മനസ്സിൽ വന്നപ്പോഴാണ് ഭഗവാൻ ഒരു സൂത്രം ചെയ്തത്. ഈ ബാലന്മാരുടെ ആ മല്ലന്മാരെവിടെയെന്ന് അങ്ങനെയാണ് അക്രൂരന്റെ മനസ്സിൽ വിഷമമുണ്ടായിരുന്നത്. അപ്പോ തങ്ങളുടെ ആ വൈഭവം പ്രത്യക്ഷമായിട്ട് കാണിച്ചു കൊടുക്കണം എന്നാ മനസ്സിൽ തോന്നി ഭഗവാന്. അങ്ങനെ വെള്ളത്തിന്റെ ഉള്ളില് തന്റെയും ജ്യേഷ്ഠന്റെയും രൂപം കാട്ടിക്കൊടുത്തു. അതാണ് ഉണ്ടായത്. അപ്പോഴാണ് അക്രൂരൻ, ഈശ്വര, ഇവരെങ്ങനെ വെള്ളത്തിൽ വന്ന് തേരിലിരുത്തിയതാണല്ലോ ഞാൻ രണ്ടുപേരും, പിന്നെ എങ്ങനെയാ ഈ വെള്ളത്തില് വിചാരിച്ച് പെട്ടെന്ന് എണീറ്റ് നോക്കുക. തൗ രഥസ്ഥൗ കഥമിഹ സുതാവാനകദുന്ദുഭേ തർഹിസ്യന്തനേനസ്ത ഇത്യുന്മജ്ജ വ്യജഷ്ടസ. ഇങ്ങനെ ജലത്തിന്റെ ഉള്ളില് രാമകൃഷ്ണന്മാരെ കണ്ടപ്പോ അക്രൂരൻ വിചാരിച്ചു, ഇതെന്താ വസുദേവന്റെ ആ രണ്ടു മക്കള് രാമകൃഷ്ണന്മാര് തേരിലാണല്ലോ ഇരിക്കണത്, ഈ ജലത്തിലെങ്ങനെ അവര് വന്നത്? അയ്യോ, തേരിൽ നിന്ന് ഇറങ്ങി ഇവിടെ വന്നു ഈശ്വര എന്ന് കരുതിയിട്ട് ജലത്തിൽ നിന്ന് പൊങ്ങി തേരിൽ നോക്കി. അപ്പെന്താ തേരിലിരിക്കണു രണ്ടുപേര് ചിരിച്ചോണ്ട്. തത്രാവിജയഥാപൂർവം ആസീനോ പുനരേവസ ന്യമജ്ജ ദർശനം തന്മേ മൃഷാക്കിം സലിലേതയോ. ഏതു വിധത്തിലാണ് ഞാൻ ഇരുത്തിയത് അതേപോലെ തന്നെ ഇരിക്കണ്ട രണ്ടുപേരും തേരിലിരിക്കണം. അയ്യോ, അപ്പൊ ഞാൻ അവര് വെള്ളത്തിൽ കണ്ടത് എനിക്ക് തോന്നി ഇതായിരിക്കും എന്ന് വിചാരിച്ചിട്ട് വേഗം പിന്നെ നോക്കി, വെള്ളത്തിൽ മുങ്ങി. അയ്യോ, ഇപ്പൊ അവര് തേരിലിരിക്കണ്ട, എന്തോ എന്റെ ഒരു ഭ്രമം കൊണ്ടായിരിക്കും വെള്ളത്തിൽ അവരെ കണ്ടത് എന്ന് വിചാരിച്ചിട്ട് പിന്നെ ആദ്യം വെള്ളത്തിൽ മുങ്ങി. ഭൂയസ്തത്രാഭിസോദ്രാക്ഷിയിൽ സ്തൂയമാനമഹീശ്വരം സിദ്ധചാരണ ഗന്ധർവേ അസുരേ നതകന്ധരേ. മുങ്ങി നോക്കിയപ്പോ എന്താ, വെള്ളത്തിന്റെ ഉള്ളില് ഭഗവാനെ കണ്ട സ്ഥാനത്ത് ഇപ്പോ ആദിശേഷൻ കിടക്കണതായിട്ടാണ് കണ്ടത്. ആ ആദിശേഷന്റെ 4 ഭാഗത്തു നിന്ന് സിദ്ധന്മാര്, ചാരണന്മാര്, ഗന്ധർവന്മാര് മുതലായിട്ടുള്ള ആ ദേവന്മാര്, അസുരന്മാര് ഒക്കെ തല താഴ്ത്തി നമസ്കരിച്ചുകൊണ്ട് ആദിശേഷന്റെ അനന്ത ഗുണങ്ങൾ കീർത്തിച്ചുകൊണ്ട് സ്തോത്രം ചെയ്യുന്നു. ആദിശേഷന്റെ അവതാരല്ലേ ബലരാമസ്വാമി. അപ്പോ ആദിശേഷനെയാണ് കണ്ടത്. പിന്നെ ബാക്കിയുള്ള ശ്ലോകങ്ങള് നാളെ നോക്കാം. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ ഗോവിന്ദ.